ആ അമ്മയുടെയും അച്ഛൻ്റെയും ആ ഒരു സങ്കടം അതിന് പകരം വെക്കാൻ ഒന്നുമില്ല. കാരണം ഒരു മകനെ പഠിപ്പിച്ച് വലുതാക്കി അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കള്ളക്കടം മേടിച്ച് പരീക്ഷ എഴുതി അവനൊരു ഡോക്ടറായി കാണാൻ കാത്തിരുന്ന അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്കാണ് ആ മോന്റെ ചേതനയേറ്റ ശരീരം വരുന്നത്. ഇതിനൊക്കെ കാരണം ആരാണ്? പ്രഭുത്വ കേരളം എന്നൊക്കെ പറയുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട്. ലജ്ജയാണ് അങ്ങനെയൊക്കെ പറയാനെ കൊണ്ട്. ലജ്ജ തോന്നുകയാണ് ഇപ്പോൾ അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഈ അടുത്തിടയിൽ നടന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നിർത്തണമെങ്കിൽ ഇവരെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ജയിലിൽ അടയ്ക്കണം. ഇപ്പം നമുക്ക് ഇവരൊക്കെ രക്ഷപ്പെടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് 2 മാസം സസ്പെൻഷൻ മാത്രമേ ഉള്ളൂ. അതും ശമ്പളത്തോട് കൂടിയിട്ടാവും. അത് കഴിഞ്ഞാൽ വന്ന് ജോലിക്ക് കയറാം. ഇനിയിപ്പോൾ കൊലപാതകം നടന്നാലും ആ വീട്ടുകാർക്ക് പോയി. ആ അമ്മയുടെയും അച്ഛൻ്റെയും മകൻ നഷ്ടപ്പെട്ടു. അവരുടെ ജീവിതം ഇല്ലാതാക്കി കളഞ്ഞു. പക്ഷെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇതുകൊണ്ട് ഉണ്ടാകുന്നില്ല. കാരണം അവർ ജയിലിൽ പോകുന്നില്ല. 2 മാസം സസ്പെൻഷൻ, അത് കഴിയുമ്പോൾ ഡ്യൂട്ടിക്ക് കയറുന്നു, ലക്ഷങ്ങൾ ശമ്പളം. ഈ ഒരു ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ ഒക്കെ ഇതുപോലെ ചെയ്യുന്ന ഇതുപോലുള്ള ചെറ്റകളെ ഇവന്മാരെ ജയിലിൽ കയറ്റുക. അല്ലാതെ ഇതിന് ഒരു പരിഹാരവുമില്ല. ജയിലിലിടുക, ജയിലിൽ അടച്ചിടുക, ഇവരുടെ ജോലി കളയുക.